ഹായ് ദൃശ്യം 3 എന്ന മോഹൻലാൽ ചിത്രം മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ വിജയത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. 3 ദിവസം കൊണ്ട് സിനിമയുടെ കളക്ഷനായിട്ട് 117 കോടി 17 ലക്ഷമാണ് വന്നിരിക്കുന്നത് എന്ന് ഞാൻ രാവിലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇന്നത്തെ കളക്ഷനോടുകൂടി സിനിമ 150 കോടിയും മറികടക്കുന്നതാണ്. അതായത് ഇന്നത്തോടു കൂടി സിനിമ ഏകദേശം 155 കോടിക്ക് മുകളിൽ നേടും എന്നുള്ളത് തന്നെയാണ് ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്ക്. എന്തായാലും സിനിമ വലിയ വിജയമാണ്. അതായത് 4 ദിവസം കൊണ്ട് സിനിമയുടെ കളക്ഷൻ 150 കോടിക്ക് മുകളിൽ എത്തുക എന്നുള്ളത് മോഹൻലാലിനെ കൊണ്ട് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. മറ്റൊരു നടനും അത് സാധിക്കില്ല. എത്ര പോസിറ്റീവ് വന്ന സിനിമയായാലും മലയാളത്തിൽ മോഹൻലാലിനെ കൊണ്ട് മാത്രം സാധിക്കുന്ന കാര്യമാണ് ഈ പറയുന്ന 4 ദിവസം കൊണ്ട് 150 കോടിക്ക് മുകളിൽ എന്നുള്ള ഒരു സംഖ്യ. ഇതിനു മുൻപ് എമ്പുരാൻ എന്ന സിനിമ ആദ്യ വീക്കെൻഡിൽ, അതായത് ആദ്യ 4 ദിവസം കൊണ്ട് തന്നെ 175 കോടിയോളം നേടിയെടുത്തു എന്നുള്ളത് നമ്മൾക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ദൃശ്യം 3 സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 4 ദിവസങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. ആ 4 ദിവസം കൊണ്ട് തന്നെ സിനിമ ഈ ലെവൽ തൂക്കാണ് തൂക്കിയിരിക്കുന്നത്. അതായത് ആദ്യ 4 ദിവസവും 30 കോടിക്ക് മുകളിലാണ് സിനിമയുടെ കളക്ഷൻ. മോഹൻലാലിനൊഴിച്ച് മറ്റൊരു നടനും 30 കോടിക്ക് മുകളിൽ ഒരു ദിവസം എത്തിപ്പിടിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ നാളെ മുതൽ കളക്ഷനിൽ കാര്യമായിട്ടുള്ള ഇടിവുണ്ടാവും. കാരണം നാളെ തിങ്കളാഴ്ചയാണ്. പക്ഷെ കേരളത്തിൽ നല്ല രീതിയിലുള്ള ബുക്കിംഗ് നാളെ വന്നിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിലെ കളക്ഷനെ ആശ്രയിച്ചായിരിക്കും സിനിമയുടെ ഇനിയുള്ള മുന്നോട്ട് പോക്ക്. ബുധനാഴ്ച മുതൽ GCC രാജ്യങ്ങളിൽ അവധിയാണ്. അതുകൊണ്ട് തന്നെ ബുധനാഴ്ച മുതൽ GCCയിൽ നിന്നും ഗംഭീര കളക്ഷൻ സിനിമയ്ക്ക് വരും എന്നുള്ളതും ഉറപ്പാണ്. എന്തായാലും വിദേശ രാജ്യങ്ങളിൽ നിന്നും മാത്രം സിനിമ 100 കോടിക്ക് മുകളിൽ നേടിയെടുക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇതിനോടകം തന്നെ സിനിമ 70 കോടി എന്ന നേട്ടം അവിടെ നിന്നും സ്വന്തമാക്കി കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നേട്ടമുണ്ടാക്കിയത് മോഹൻലാൽ തന്നെയാണ്. എമ്പുരാൻ എന്ന സിനിമയിലൂടെ 145 കോടിയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് മാത്രം എമ്പുരാൻ നേടിയെടുത്തത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും സിനിമയ്ക്ക് ഗംഭീര കളക്ഷനാണ്. ഏറ്റവും കൂടുതൽ കളക്ഷൻ വരുന്നത് കർണാടകയിൽ നിന്നാണ്. ഗംഭീര കളക്ഷനാണ് കർണാടകയിൽ നിന്നും സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തമിഴ്നാട്, ആന്ധ്ര ഇവിടങ്ങളിൽ നിന്നെല്ലാം ഗംഭീര കളക്ഷൻ സിനിമയ്ക്ക് വരുന്നു. ഹിന്ദി ബെൽറ്റ് അവിടെ നിന്നും നല്ല രീതിയിലുള്ള കളക്ഷൻ സിനിമയ്ക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ദൃശ്യം 3യെ സംബന്ധിച്ച് ഒരു മോശപ്പെട്ട വാർത്ത പുറത്തു വരുന്നുണ്ട്. സിനിമയുടെ വ്യാജ പ്രിന്റ് പ്രചരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. തീർച്ചയായും അതിനെതിരെ സിനിമയുടെ അണിയറക്കാർ എന്തെങ്കിലും ചെയ്യുമെന്ന് നമുക്ക് വിചാരിക്കാം. എന്തായാലും സിനിമയുടെ കളക്ഷൻ ഗംഭീരമായി മുന്നോട്ട് പോകുന്നു. ഇന്നത്തെ കളക്ഷനോടുകൂടി സിനിമയുടെ കളക്ഷൻ 150 കോടിക്ക് മുകളിൽ നേടിയെടുക്കും എന്നുള്ളത് തന്നെയാണ്. നാളെ രാവിലെ കൃത്യമായിട്ടുള്ള 4 ദിവസത്തെ കണക്ക് നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.